ആദ്യം ബഹിരാകാശത്തെത്തിയത് ആരാണ്? നമ്മുടെ അറിവിൽ അത് സോവിയറ്റ് യൂണിയൻ്റെ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിനാണ്. പക്ഷേ മുൻ കേന്ദ്രമന്ത്രിയും BJP MPയുമായ അനുരാഗ് താക്കൂർ പറയുന്നത് അത് ഹനുമാൻ ജി ആണെന്നാണ്. ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളിൽ പങ്കുചേർന്ന് ഹിമാചലിലെ സ്കൂൾ കുട്ടികൾക്കാണ് അനുരാഗ് താക്കൂർ ഇത്തരം അബദ്ധങ്ങളെല്ലാം പകർന്നു നൽകിയത്. ഇന്ത്യയുടെ പാരമ്പര്യം തിരിച്ചറിയണമെന്ന പേരിലായിരുന്നു കുട്ടികൾക്കുള്ള MPയുടെ ഉപദേശം. ആദ്യ എക്സ്റാപ്പാണ്. കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ ശാസ്ത്ര സത്യങ്ങളെയും സാങ്കേതിക വിജയങ്ങളെയും അപ്രസക്തമാക്കുന്ന പ്രസ്താവനകൾ പലപ്പോഴായി കേട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി മന്ത്രിസഭയിലെ അംഗങ്ങളും BJP RSS നേതാക്കളുമെല്ലാം ഇത്തരത്തിൽ അബദ്ധജടില പ്രസ്താവനകളുടെ പ്രചാരകരാണ്. അക്കൂട്ടത്തിൽ അവസാനത്തേതാണ് മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ അനുരാഗ് താക്കൂറിന്റേത്. ഹിമാചൽ പ്രദേശിലെ ഉനയിലുള്ള ഒരു PM ശ്രീ സ്കൂളിൽ ഓഗസ്റ്റ് 23-ന് ദേശീയ ബഹിരാകാശ ദിനാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ശാസ്ത്ര സത്യങ്ങളെ തള്ളിക്കൊണ്ടുള്ള മന്ത്രിയുടെ പ്രസ്താവന. ആരാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയതെന്ന് അനുരാഗ് താക്കൂർ കുട്ടികളോട് ചോദിച്ചു. കുട്ടികൾ പല പേരുകൾ പറയുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് അനുരാഗ് താക്കൂർ ഹനുമാനാണ് ആ സാഹസിക യാത്ര നടത്തിയതെന്ന് കുട്ടികളോട് പറയുന്നു. പാഠപുസ്തകങ്ങൾക്ക് പുറത്തെ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ കൂടി പഠിപ്പിക്കണമെന്ന് സ്കൂൾ അധികൃതരെയും MP ഉപദേശിച്ചു. ഭാവി തലമുറയ്ക്ക് മുന്നിൽ ഇത്രയും വലിയ അബദ്ധങ്ങൾ എത്തിക്കുന്നത് അസ്വസ്ഥപ്പെടുത്തുന്നതാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ കുറ്റപ്പെടുത്തി. RDX റാപ്പ് ന്യൂസ് മലയാളം. ആ യാത്രികൻ ഹനുമാൻ ജിയാണത്രേ. ആദ്യ ബഹിരാകാശ സഞ്ചാരി ഹനുമാൻ എന്ന് മുൻ കേന്ദ്രമന്ത്രി MPയോ അനുരാഗ് താക്കൂർ പറഞ്ഞായിട്ട് നമ്മൾ കണ്ടു. പരാമർശം ബഹിരാകാശ ദിനത്തിൽ ഹിമാചലിലെ കുട്ടികളുമായി സംവദിക്കവെയാണ് നമ്മൾ കണ്ടു. ആയിരക്കണക്കിന് വർഷത്തെ നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും തിരിച്ചറിയണം എന്ന് മുൻമന്ത്രി പറഞ്ഞു. നമ്മുടെ കാര്യം നമ്മൾ പഠിച്ചില്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കാണിച്ചു തന്നതുപോലെ തുടരേണ്ടി വരും. പാഠപുസ്തകങ്ങൾക്കപ്പുറം ചിന്തിച്ച് രാജ്യത്തിൻ്റെ പാരമ്പര്യം മനസ്സിലാക്കണം എന്ന് മുന്നറിയിപ്പും അദ്ദേഹം നൽകി. കുട്ടികളോട് സംവദിക്കുന്ന വീഡിയോ പവൻ സുധ് ഹനുമാൻ ജി എന്ന അടിക്കുറിപ്പോടെ അദ്ദേഹം തന്നെ പങ്കുവച്ചു. ആ വീഡിയോ കാണാം. अंतरिक्ष में यात्रा करने वाले पहला कौन था? मुझे तो लगता है हनुमान जी थे, क्योंकि हम अभी भी अपने आप को अभी तक ही देख रहे हैं. हम अपने हजारों वर्ष पुरानी परंपरा, ज्ञान, संस्कृति, जब तक हमें उसका ज्ञान नहीं होगा तो जो अंग्रेजों ने दिखाया हम वहीं तक सीमित होकर रह जाएंगे. ബഹിരാകാശത്ത് ആദ്യം എത്തിയത് യഥാർത്ഥത്തിൽ 1961 സോവിയറ്റ് ബഹിരാകാശ യാത്രികൻ യൂറി ഗഗാറിനാണ്. നമുക്കതറിയാം. 1984 രാകേഷ് ശർമ്മയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. കൗരവർ ആദ്യ ക്ലോണിംഗ് ശിശുക്കൾ എന്ന് പറഞ്ഞത് കേന്ദ്രമന്ത്രിയായിരുന്ന ഡോക്ടർ ഹർഷവർദ്ധനാണ്. 2019 മാർച്ചിൽ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിലായിരുന്നു ഹർഷവർദ്ധൻ്റെ ഈ പ്രസ്താവന. ക്ലോണിങ്ങും സ്റ്റെം സെൽ ഗവേഷണവും പുരാതന ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്ന വിചിത്രമായ കാര്യമാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. മഹാഭാരതത്തിലെ കൗരവരുടെ ജനനം അതിന് ഉദാഹരണമാണെന്ന പ്രസ്താവന വൻ വിവാദമായി. ആ ഘട്ടത്തിൽ പുരാതന ഇന്ത്യയിൽ പ്ലാസ്റ്റിക് സർജറി നടന്നതിന് തെളിവ് ഗണപതിയുടെ തലമാറ്റി വെക്കലാണെന്ന് നരേന്ദ്രമോദി തന്നെയും പറഞ്ഞു എന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. കർണൻ്റെ ജനനം അക്കാലത്ത് ജനറ്റിക് സയൻസ് വികാസം പ്രാപിച്ചു എന്നതിന് ഉദാഹരണമാണെന്ന് അങ്ങേയറ്റം കടന്ന് അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടു. പുരാതന ഇന്ത്യയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നെന്ന് മുൻ കേന്ദ്രമന്ത്രി ഭാരതി പവാറും പറഞ്ഞു. മഹാഭാരതത്തിലെ ജരാസന്ധൻ്റെ കഥയെ സൂചിപ്പിച്ചായിരുന്നു അവകാശവാദം എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരല്ല, ഇന്ത്യക്കാരാണെന്ന് BJP മുൻ കേന്ദ്രമന്ത്രി സത്യപാൽ സിംഗ് പറഞ്ഞതും ഇന്ത്യക്ക് മുന്നിലുണ്ട്. രാമായണത്തിലെ പുഷ്പക വിമാനമടക്കം സൂചിപ്പിച്ചായിരുന്നു പ്രസ്താവന എന്ന് നമ്മൾ ഓർക്കുന്നുണ്ട്. ആണവ പരീക്ഷണം ഇന്ത്യക്ക് പുതുമയല്ല എന്ന് മോദിയുടെ മുൻ മന്ത്രിസഭാംഗം രമേഷ് പൊക്രിയാൽ പറഞ്ഞതും അക്കാലത്ത് വലിയ വാർത്തയായിരുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കണാദ മുനി ആണവ പരീക്ഷണം നടത്തി എന്നുകൂടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോൾ കൂടുതൽ എന്ത് പറയാനാണ് ഇതിനകത്ത്. സുജിത് ചന്ദ്രൻ നമ്മോടൊപ്പം ചേരും. സുജിത്ത്, ഇതിപ്പോൾ ഈ കുട്ടികൾ ഈ കാര്യങ്ങളെ സംശയത്തോടെ കാണൂ. അവർക്ക് സ്വതവേയുള്ള സംശയബുദ്ധി അവർ പ്രകടിപ്പിച്ചു കൊള്ളും എന്ന് ആശ്വസിക്കാം. ഏതെങ്കിലും ഒരു അധ്യാപകൻ മന്ത്രി പോയതിനു ശേഷം അങ്ങനെയല്ല കേട്ടോ കുട്ടികളെ, ഇതിങ്ങനെയാണ് എന്ന് തിരുത്തിയിട്ടുള്ളതായിട്ട് ആശ്വസിക്കാം. പക്ഷേ ഇവരിത് തുടരെ ഇങ്ങനെ ആളുകളെ ചിരിപ്പിക്കാൻ എന്ന മട്ടിലാണെങ്കിലും അശാസ്ത്രീയത കുത്തിവെക്കുകയാണല്ലോ അല്ലേ? സനീഷ്, ശരിക്കും എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഈ സയൻറ്റിഫിക് ടെമ്പർ എന്നൊരു പ്രയോഗമുണ്ടല്ലോ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ആദ്യമായി ഈ പ്രയോഗം പറഞ്ഞത്. വിശാലമായിട്ട് വേണമെങ്കിൽ മലയാളത്തിൽ നമുക്കതിനെ ശാസ്ത്രീയ മനോവൃത്തി എന്നൊക്കെയാണ് ശാസ്ത്രലേഖകന്മാർ പരിഭാഷപ്പെടുത്തി കണ്ടിട്ടുള്ളത്. അതായത് ഈ മനുഷ്യവികാസത്തിലെ ഏറ്റവും പ്രകാശഭരിതമായ സംഗതി സ്വതന്ത്ര ചിന്തയാണ് എന്ന് ഡാർവിൻ സിദ്ധാന്തിച്ചിട്ടുണ്ട്. ആ സിദ്ധാന്തത്തിന് ശരിക്കും നമ്മുടെ ജവഹർലാൽ നെഹ്റു കൊടുത്ത ഒരു പ്രയോഗശാസ്ത്രമായിരുന്നു ഈ ശാസ്ത്രീയ
മനോവൃത്തി എന്ന് പറയുന്ന സയൻറ്റിഫിക് ടെമ്പർ, അതായത് നമുക്ക് ചുറ്റുപാടും കാണുന്ന എല്ലാത്തിനെയും സംശയത്തോടെ കാണുക, അതിന്മേൽ പരീക്ഷണങ്ങൾ നടത്തുക, അതിന്മേൽ നിന്ന് നമുക്ക് ചില അനുമാനങ്ങളിലെത്തുക, പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൂർവ്വകൽപ്പിതമായ കാര്യങ്ങളിൽ വിശ്വസിക്കാതെ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിവിനെ കണ്ടെത്തുക, ഈ കണ്ടെത്തിയ അറിവ് കൈമാറ്റം ചെയ്യപ്പെടുക എന്നുള്ള ഒരു ജീവിത പദ്ധതിയെയാണ് നെഹ്റു ശരിക്കും ഈ ശാസ്ത്രീയ മനോവൃത്തി അല്ലെങ്കിൽ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞത്. ഇത് ഞാൻ നേരിട്ട് കൊണ്ട്, നമുക്ക് സമയം കുറവാണെന്ന് എനിക്കറിയാം, എനിക്ക് ബന്ധിപ്പിക്കാൻ തോന്നുന്നത് നമ്മുടെ ഭരണഘടനയിൽ തന്നെയാണ്. ഭരണഘടനയുടെ ആമുഖത്തിൽ ഈ വാക്കുണ്ട്, സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള വാക്കുണ്ട്. അതായത് ഈ ശാസ്ത്രീയ മനോവൃത്തി, മനുഷ്യത്വം, അന്വേഷണാത്മകത, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ എല്ലാ മനുഷ്യരുടെയും മൗലികമായ കർത്തവ്യമാണെന്ന് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വച്ചിരിക്കുന്നു. അങ്ങനെ അടിസ്ഥാനപരമായി ഈ കാണുന്ന നമ്മളിപ്പോൾ എത്ര പ്രസ്താവനകളാണ് ഇപ്പോൾ സനീഷ് തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടത്, ഇതിനെയെല്ലാം നമുക്ക് നേരിട്ട് കൊണ്ട് ബന്ധിപ്പിക്കാവുന്നത് ഈ ഭരണഘടന എന്നുള്ള പുസ്തകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമര സങ്കീർത്തനമായി മാറുന്നത് എന്നും ഞാൻ കരുതുന്നു. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കണ്ടെത്തുക, അറിവിനെ കണ്ടെത്തുക, ആ കണ്ടെത്തുന്ന അറിവിനെ മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കുക, പൂർവ്വകൽപ്പിതമായ കാര്യങ്ങളിൽ വിശ്വസിക്കാതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനാപരമായ കർത്തവ്യമാണ്. നമ്മുടെ രാജ്യത്തെ നയിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുപാടും നിന്ന് ഈ രാജ്യത്തെ ആ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിലേക്ക് നയിക്കുന്നവരാണ്. ഒരു പ്രത്യേക മതഘടനയുടെ ഈ പൂർവ്വകൽപ്പിതമായ കാര്യങ്ങളെ സിദ്ധാന്തവൽക്കരിച്ച് ജനറലൈസ് ചെയ്ത് അതാണ് ശാസ്ത്രമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നതിലാണ് അതിൻ്റെ അപകടം സനീഷ്. ശരി, അതാണ് അതിൻ്റെ സങ്കടകരമായ കാര്യം. 51 വയസ്സ് മാത്രമേ ഉള്ളൂ അനുരാഗ് താക്കൂറിന്. അദ്ദേഹം മുൻ മന്ത്രിയായിരുന്നു, മുൻ മുഖ്യമന്ത്രിയുടെ മകനായിരുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ മകൻ എന്ന മട്ടിൽ എലീറ്റായിട്ടുള്ള നല്ല വിദ്യാഭ്യാസം നേടിയ ആളാണ്. ഇപ്പോൾ 51 വയസ്സ് മാത്രമുള്ള യുവാവായിരിക്കുന്ന അനുരാഗ് താക്കൂർ എന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ സങ്കടം വർദ്ധിക്കുക. എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ എന്ന തോന്നലുണ്ടാവുക? രാജ്യത്തെ പൗരന്മാരിൽ ശാസ്ത്രാവബോധം വളർത്തുക എന്നത് ഉത്തരവാദപ്പെട്ട ഭരണകൂടം നിർവഹിക്കേണ്ട അടിസ്ഥാന ഭരണഘടനാ ബാധ്യതയാണ്. പക്ഷേ കുറേ കാലമായി നമ്മൾ കാണുന്ന അതല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ ഇങ്ങോട്ടുള്ളവർ ശാസ്ത്രീയ പിന്തുണയൊന്നുമില്ലാത്ത അബദ്ധങ്ങൾ പുരാണങ്ങളിലെ യാഥാർത്ഥ്യം എന്ന പേരിൽ, രാജ്യത്തിൻ്റെ പൈതൃകം എന്ന പേരിൽ പറഞ്ഞ് സത്യമാക്കാൻ ശ്രമിക്കുന്നതാണ്. അനുരാഗ് താക്കൂർ എന്ന BJP MP, മുൻ കേന്ദ്രമന്ത്രി അത്തരമൊരു അബദ്ധം വിളമ്പിയിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായ കുട്ടികൾക്ക് മുന്നിലാണ്. അതാണ് സങ്കടകരമായ കാര്യം. RDX ഇടവേളയിലേക്ക്.